ആറാട്ടന് എന്തൊക്കെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എത്ര തെറി വിളിച്ചാലോ ആരെപ്പറ്റി എന്ത് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. കാരണം ഈ വനിത വനിത തിയേറ്ററൊക്കെ ഈ പൊട്ടന്മാർ കാരണമാണ് ഫേമസ് ആയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു പൊട്ടത്തരവാ. പിന്നെ വനിത വിനിതയെ ചെന്ന് റിവ്യൂ പോട്ടെ, എന്താ പറയുക, തിയേറ്റർ റെസ്പോൺസിനകത്ത് ആറാട്ടൊക്കെയാണ് ആറാട്ടെന്ന് പറഞ്ഞൊരു പന്നപ്പടം നല്ലതാന്ന് പറഞ്ഞ പൊട്ടത്തരം പറഞ്ഞവനായിട്ട് ഫേമസ് ആയവനാണ് ഈ ആറാട്ടണ്ണൻ. അത് കഴിഞ്ഞ് ഏതോ പ്രസംഗം ഉണ്ടെന്നും പറഞ്ഞ് ഡാൻസും കളിച്ച് എന്തോ വേല കാണിച്ചവരാണ് പെരേര. അത് കഴിഞ്ഞപ്പോൾ കിംബോയ് ടൈഗർ ഇങ്ങനെയുള്ള ആറാട്ടണ്ണനെ, കിംബോയ് ടൈഗർ, പെരേര ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ കോമാളിത്തരമൊക്കെ കാണിച്ച് ആ തിയേറ്ററിൽ കിടന്ന് കോമാളിത്തരം കാണിക്കാൻ അവസരം കിട്ടിയോണ്ടായി എന്നുള്ളതല്ലാതെ അതിൻ്റെ ഓണറോട് നന്ദി വേണോടാ എന്നൊക്കെ പറയാൻ അതിനെന്തോ ചെയ്തിരിക്കുന്നത്. ഇവനൊക്കെ എന്തോ തലയ്ക്ക് വെളിവില്ലേ. പിന്നെ എന്താ വെച്ചാൽ വനിത വനിത തിയേറ്റർ ഫേമസ് ആകുന്നത് ഇവർ വരുന്നതുകൊണ്ടല്ലേ. അവിടെ അവർ സെലിബ്രിറ്റീസ് വരുന്നതുകൊണ്ടാണ്. നേരത്തെ ഇത് സരിത സംഗീതയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ എന്തതിന് പറയുക, ഈ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ ഈ നടന്മാരും നടികളൊക്കെ കൂടെ വരും. അതൊക്കെ സരിത സംഗീതയിലൊക്കെ നടന്നിരുന്നു. പിന്നെ ഇപ്പോൾ അത് വനിത വനിതയിലോട്ട് ആക്കിയെന്നേ ഉള്ളൂ. ഇനി വേറെ തിയേറ്ററിലോട്ട് അങ്ങനെ പോകാൻ തുടങ്ങി അവിടോട്ട് ഈ പുള്ളികളെല്ലാം കൂടെ അങ്ങോട്ട് ചെന്ന് കേടും, ഈ വെളിവില്ലാത്തവന്മാരൊക്കെ. അത്രേ സംഭവിക്കത്തുള്ളൂ. മീഡിയ എവിടെ പോകുന്നോ അവിടെ പോകേണ്ടി വരും ഇവർ. അല്ലാതെ എങ്ങനെയാണ് ആറാട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ അന്ന് മീഡിയക്കാരവിടെ വന്നത്? ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടോ? അതൊന്നുമല്ല. അന്നത്തെ ദിവസം അവിടെ കിടന്നിട്ട് ഏതോ വിഡ്ഢിത്തരം പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും വിചാരിച്ച് ഏതോ പൊട്ടനാന്ന് വിചാരിച്ചു. പിന്നെ ഇയാൾക്ക് PhD ഉണ്ടെന്ന് പറയുന്നു. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. പൊട്ടത്തരം കാണിക്കുമ്പോൾ ഏത് ഡിഗ്രിയാണ്, എവിടെ നിന്നാണ് വരുന്നത്, വാർക്കി സാറിൻ്റെ മോനാണോ എന്ന് ആർക്കും അറിയത്തന്നെ. അവിടെ കിടന്ന് ഈ പാർട്ടി ഷോ കാണിച്ച് എന്തൊരു മണ്ടത്തരമാണെന്ന് ആലോചിക്കുക. അതിനുള്ള ബുദ്ധി പോലും ഇല്ലേ. അതിനൊന്ന് ആറാട്ടനെ എന്തൊക്കെ കിടന്ന് എന്നെ ചീത്ത വിളിച്ചാലും മണ്ടത്തരം എപ്പോഴും മണ്ടത്തരമായിരിക്കും. അതിനിപ്പോൾ മണ്ടത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ ഇയാളെ പറയും. ഇതുവരെ ഉള്ള പോലത്തെ കുഞ്ഞുകളിയൊന്നുമല്ല. ആ തിയേറ്ററിൽ പോയി അതിൻ്റെ ഓണറെ കിടന്ന് തെറി വിളിക്കുക, എന്തോ ഇവൻ കാണിക്കുന്നത്. അതിനൊന്നും ഒരിക്കലും ഒരിടത്തൊന്നും ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. അതിനിപ്പോൾ ആറാട്ടനല്ല, ഇനി ഇവൻ്റെ ആര് കാണിച്ചാലും ഈ ഊളത്തരവും തിണ്ടിത്തരമൊക്കെ തന്നെ. പിന്നെ ഇത് എന്തുവാ, അവിടെ പോയി ഈ പറഞ്ഞ പെരേരെ നേരത്തെ ആൾ ഇറക്കി വിട്ടതാ. അത് കഴിഞ്ഞ് ഇനി ഇവന്മാരെ എല്ലാത്തിനും ഇറക്കി വിട്ടെന്ന് വെച്ചാൽ അവിടെ തിയേറ്ററിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ കുറച്ച് സമാധാനം ഉണ്ടാവും, കുറച്ച് കച്ചറ ഒഴിവാക്കി കിട്ടും, അത്രേ ഉള്ളൂ. അവിടെ കിടന്നുകൊണ്ട് കുറേ അലമ്പ്. അല്ല എന്തുവാ, ഇതൊക്കെ ആർക്ക് കാണണം? ഇത് തിയേറ്ററിനെ സംബന്ധിച്ച് ഒരു ലാഭമുള്ള കച്ചവടമൊന്നും അല്ലത്. തിയേറ്ററിൽ സിനിമ അല്ലാണ് ആൾക്കാർ അവിടെ വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഇവർ വന്നാലും ഇല്ലെങ്കിലും പ്രേക്ഷകർ അവിടെ വന്ന് കണ്ടോളും. ഓൺലൈൻ മീഡിയാസിന് ഈ പറഞ്ഞാൽ മാർക്കറ്റിങ്ങിന് കുറച്ചൊക്കെ ഒരു പടത്തിൻ്റെ പറ്റി ഒരു ചെറിയ മാർക്കറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. അത് പക്ഷേ തിയേറ്ററുകാരന് വെച്ചൊന്നും ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് പടത്തിനൊക്കെ ചിലപ്പോൾ വല്ല ഗുണം ചെയ്താലും ദോഷം ചെയ്യും. പടത്തിന് ദോഷവും ഗുണവും ഉണ്ട് ഇതുകൊണ്ട്, മനസ്സിലായില്ലേ? അല്ലാതെ പടത്തിന് ഗുണം മാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരും അല്ല ആരും. ഒരു റിവ്യൂവറോ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ചാനലോ ഒന്നും അങ്ങനെയല്ല. പിന്നെ PR വർക്ക് ചെയ്യുന്നവന്മാർ നല്ല അഭിപ്രായം പറയുന്നവരുടെ മാത്രം എടുത്തിട്ട് എല്ലാവരും സൂപ്പറാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ ഒരു സാധനം ഇട്ടിട്ട് ബൂസ്റ്റ് അടിച്ച് കയറ്റി നാട്ടുകാരെ മൊത്തം പറ്റിക്കാനായിട്ട് ഒരു സാധനം അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നിടത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്ന വെബ്സൈറ്റിനെ പറ്റി അറിയാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അറിയത്തേ ഇല്ല. ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അതേസമയം അറിയാമെന്ന് പറയിക്കാനും പറ്റും. അറിയാമെന്ന് പറയുന്നവർ വന്നാൽ അത് മാത്രം എടുത്തിടാൻ പറ്റും. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നും അല്ലത്. അപ്പം ഇവിടെ വന്നിട്ട് നല്ലതാണെന്ന് പറയുന്നവരെല്ലാം പിന്നെ നിരത്തി പിടിച്ച് അതിൻ്റെ ഈ ക്രൂ ഒക്കെ തന്നെയാണ് വന്ന് സിനിമ കാണാൻ വരുന്നത് ആദ്യത്തെ ഷോയ്ക്ക്. അവരെല്ലാം നല്ലതാണെന്ന് പറയും, മനസ്സിലായോ? അപ്പോൾ എണ്ണ എല്ലാവരും വിചാരം സൂപ്പർ പടം, ലാലേട്ടൻ തകർത്തു, ബറോസ് വരെ കൊള്ളാമെന്നാണ് ആൾക്കാർ പറഞ്ഞത് പലരും. അതിനിടയ്ക്ക് അണ്ണനും ഈ പെരേരെ പോലത്തെ ആൾക്കാരൊക്കെ വന്ന് കോമാളിത്തരമൊക്കെ കാണിച്ച് പൊട്ടത്തരമൊക്കെ പറഞ്ഞ് വെളിവില്ലാത്ത പോലെയൊക്കെ കിടന്ന് ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ്, അത്രേ ഉള്ളൂ. അതിപ്പോൾ വനിതയല്ല, ഏത് തിയേറ്ററിന് അകത്തോട്ട് ചെല്ലുന്ന ഇവർ പുറത്തെവിടെയെങ്കിലും കാണിച്ചാൽ പോലെ ഈ വണ്ടത്തരമൊക്കെ തിയേറ്ററിൻ്റെ പുറത്തിറങ്ങിയെന്നാൽ അവിടെ ചെയ്യും. എന്തിനാ അയാളുടെ പ്രോപ്പർട്ടിക്കകത്ത് കയറി ചെയ്യുന്നത്? അയാൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞെന്നിരിക്കും. ഇനി ഇറക്കി വിടാനായൊക്കെ ഇറക്കി വിടാം, അയാൾ അത്രയൊന്നും ചെയ്തിട്ടില്ല. അതിന് അണ്ണൻ കിടന്ന് എത്ര തെറി വിളിച്ചിട്ടും കാര്യമില്ല. വാണത്തരം കാണിച്ചിട്ട് കിടന്നുകൊണ്ട് പിന്നെയും കാണിക്കുവാണോ? അതിനിവിടെ കിടന്നുകൊണ്ട് ചെറുപ്പോ ഇത്തരം പണി കാണിക്കുന്നതിനൊന്നും എല്ലാവരും എനിക്ക് താല്പര്യമില്ല. അതിനിപ്പോൾ നമ്മളിപ്പോൾ അതിന് പരിചയമുള്ളവരാണേലും എന്താ ഇതല്ലേ ചെയ്യുന്നേ? ഷേടാ ഇത് കൊള്ളാം. എന്നിട്ട് മോഹൻലാലിനെ ഞാൻ പറഞ്ഞതല്ലേ, ഞാനൊക്കെ പറയുന്നത് മോഹൻലാലിനെ പറഞ്ഞതല്ലേ, ഞാൻ അങ്ങനെ പറ്റിയവരെ പിടിച്ചതല്ലേ എന്നൊക്കെ. അതുകൊണ്ടല്ലത് അന്നെ അതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷിയൊന്നും പുള്ളിക്കില്ല. PhD മാത്രമേ ഉള്ളൂ. അത് എന്ത് ഫിലോസഫി എന്നാണ് പറയുന്നത്. ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഇത്. അതുകൊണ്ട് ബാക്കി ഏത് കാര്യം പറഞ്ഞാലും ആരും അംഗീകരിക്കത്തൊന്നുമില്ല. ബാക്കിയൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്, പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏണ്ടൊക്കെ
മോഹൻലാലിനെ കണ്ട് പറഞ്ഞത്. മോഹൻലാലിനെ പറഞ്ഞ എന്താണെന്ന് അതിൻ്റെയൊക്കെ പറയുന്നത് കേട്ടു. മോഹൻലാലിനോട് അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ലെന്നാണ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അതൊന്നും ആരും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല, അതിനൊന്നും റിപ്ലൈ ഒന്നുമില്ല, അത് ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ കാണിച്ച പരിപാടി ഒരു തിയേറ്ററിനകത്ത് ചെന്ന് ഇത്രയും പോക്കത്തിലെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് ആ തിയേറ്റർ ഉടമയോട് നന്ദിയുണ്ട്, എൻ്റെ പേരിലല്ലേ തിയേറ്റർ ഫേമസ് ആയെന്ന്. ഇവനുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ തിയേറ്റർ അത്. ആ പൊട്ടൻ അതൊന്നും അറിയത്തില്ല. അത്രയും കൊല്ലം ആ തിയേറ്റർ നടത്തിയിട്ടുണ്ട്, ഇനി ആ തിയേറ്റർ നടത്തും. ഇനി അങ്ങോട്ട് പോകാതിരുന്നാലും അവിടെ തിയേറ്ററും പരിപാടിയൊക്കെ നടക്കും. പിന്നെ ഇവനെ ഒന്നും ആരും പിന്നെ ക്യാമറ കാണത്തില്ലെന്നേ ഉള്ളൂ. വനിതയ്ക്കകത്ത് കിടന്നുള്ള കളിയേ ഉള്ളൂ ഇവരൊക്കെ. അല്ലാതെ ഇതിന് പുറത്തോട്ടിറങ്ങിയാലും വേണം തന്നെ ചെയ്യരുത്. എന്തിന് ഇതിനകത്ത് കയറി ചെയ്യുന്നത്? ചേട്ടാ, ഇവർക്ക് ഈ മീഡിയക്കാർ എവിടെയെങ്കിലും വരുമല്ലോ, പുറത്ത് നിന്നാൽ പുറത്ത് ചെയ്യാമല്ലോ. എന്തിന് തിയേറ്ററിന് അകത്തിരുന്ന് ഇമാർ ഈ പരിപാടി ഒപ്പിക്കുന്നത്? എല്ലാം എന്താ സ്വന്തം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് എന്തെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ എടുത്ത ആ വീഡിയോ തിയേറ്ററിൽ നിന്നുകൊണ്ടല്ലോ എടുത്ത്. അങ്ങനെ ചെയ്താൽ പോരെ? എന്തിന് തിയേറ്ററിൽ തന്നെ ചെന്ന് അതിനിട്ടയിൽ കിടന്ന് മെഴുകണം? ഈ വരുന്ന നടിമാർക്കെല്ലാം കൈ കൊടുക്കണം, പുറകെ നടക്കണം, വായും പൊളിച്ച് നിൽക്കണം, നാണം കിടണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്താ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, ബോധമില്ല, വെളിവില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. ആൾക്കാർ ചിലപ്പോൾ ഓടിച്ചെന്നിരിക്കും അല്ലേ? ശരിയല്ലേ? വെളിവില്ലായ്മ കാണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അയ്യോ, ഇനിയും ചിലപ്പോൾ ഓടിക്കും കേട്ടോ. ഇനി ഇതിനപ്പുറത്തെ പരിപാടി നടക്കും. അതിനകത്ത് കയറ്റത്തില്ലെന്ന് പറയും ആൾക്കാർ. അതിന് മുന്നേ പരിപാടി അങ്ങ് നിർത്തുന്നതല്ലേ നല്ലത്.